നമസ്കാരം സഹകാരി റേസ് പ്ലസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ഫാർമക്കോ ഡൈനാമിക്സ് ആണ്. ഫാർമക്കോ കൈനറ്റിക്സ് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഫാർമക്കോ ഡൈനാമിക്സിലെ ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്. ഇന്നത്തെ ഒരുപാട് റിസപ്റ്റേഴ്സ്, അഗോണിസ്റ്റ്, ആന്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് വാക്കുകളുണ്ട്. ശ്രദ്ധിക്കുക, ഓരോ വാക്ക് പറയുന്ന സമയത്തും അതിന് മീനിങ് എന്താണ്, അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. സോ രണ്ട് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടണ്ടാവുക. ഓരോ ക്ലാസ്സും നല്ല വ്യക്തതയോടെ കേൾക്കുക. സോ ഫസ്റ്റ് വൺ ഈസ് pharmacodynamics is a study of the effect of drug on the body and the mechanism of drug acting and the relationship between drug concentration and effect. So pharmacodynamic പറയുന്നതിന് മുന്നേ ഫാർമക്കോകൈനറ്റിക് നമുക്കൊന്ന് പറയണം. സോ നമ്മൾ കൈനറ്റിക്കിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ADME പഠിച്ചല്ലേ? ADME പഠിച്ചു. അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം ആൻഡ് എലിമിനേഷൻ പഠിച്ചു. എലിമിനേഷനിൽ തന്നെ നമ്മൾ റീനൽ എലിമിനേഷൻ പഠിച്ചു ആൻഡ് നോൺ റീനൽ എലിമിനേഷൻ പഠിച്ചല്ലേ? സോ അബ്സോർപ്ഷൻ അവിടെയൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പാസ് മെറ്റാബോളിസം പഠിച്ചത്. സോ മെറ്റാബോളിസം നമ്മൾ phase 1 phase 2 എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ക്ലാസിഫൈ ചെയ്ത് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഫാർമക്കോഡൈനാമിക്സ്, സോ ഫാർമക്കോകൈനറ്റിക്സ് മൂവ്മെന്റ് ഓഫ് ഡ്രഗ് മോളിക്യൂൾസ് ആയിരുന്നു അല്ലേ? എങ്ങനെ ഡ്രഗ് പോകുന്നു, ഏത് രീതിയിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ പഠിച്ചത്. ഇനി ഫാർമക്കോഡൈനാമിക്സിൽ എന്താ നമ്മൾ നോക്കാൻ പോകുന്നത്? അവിടെ എന്ന് പറഞ്ഞാൽ മെക്കാനിസം ആണ്. ഡ്രഗ് എങ്ങനെ ബോഡിയോട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രഗ് എന്തോ കാര്യങ്ങൾ ബോഡിക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്രഗ് കോൺസെൻട്രേഷൻ ആൻഡ് എഫക്റ്റ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 500 mg പാരസെറ്റമോൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പനി കുറയണം അല്ലെങ്കിൽ ഫീവർ കുറയണം എന്ന് പറയുന്നത് 500 mg കോൺസെൻട്രേഷൻ കൊടുത്തത് കൊണ്ടാണ്. അതിന് പകരം 200 mg ആണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ എനിക്ക് അങ്ങനെ പനി കുറയില്ല. സോ എന്താണ്, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോൺസെൻട്രേഷൻ ഓഫ് ഡ്രഗ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡ്രഗ് കോൺസെൻട്രേഷൻ ആൻഡ് അതിന്റെ എഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയാം. സിമ്പിൾ ആയ ഒരു കാര്യമാണ് അല്ലെ? സോ ഫാർമക്കോ ഡൈനാമിക് ഈസ് ഓഫൻ സമ്മറൈസ്ഡ് ആസ് എ സ്റ്റഡി ഓഫ് വാട്ട് എ ഡ്രഗ് ഡസ് ടു ദ ബോഡി. മിക്കവാറും ആൾക്കാർ ഫാർമക്കോ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ മിക്കവാറും ഈ പേരായിരിക്കും കേട്ടിട്ടുണ്ടായിരിക്കുക. എന്ത്? വാട്ട് എ ഡ്രഗ് ഡസ് ടു ദ ബോഡി. അതായത് ഡ്രഗ് ബോഡിയോട് എന്ത് ചെയ്യുന്നു, ഏത് രീതിയിൽ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഫാർമക്കോ ഡൈനാമിക്സിൽ വരിക. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് ഡ്രഗ് എങ്ങനെയാണ് ബോഡിയോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഫാർമക്കോ ഡൈനാമിക്സിൽ നമ്മൾ പഠിക്കുക. സോ ഇവിടെ നമ്മൾ ബേസിക് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് ഡ്രഗ് കോൺസെൻട്രേഷൻ, രണ്ട് എഫക്റ്റ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുക. സോ ഡ്രഗ് കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ADME പറഞ്ഞു, ഇവിടെ ഡ്രഗിന്റെ മൂവ്മെന്റ് ആണ്. ഇനി നമുക്ക് അറിയേണ്ടത് പ്ലാസ്മയിൽ, അതായത് എപ്പോഴും നമ്മുടെ പ്ലാസ്മയിൽ എത്ര എമൗണ്ട് ഓഫ് ഡ്രഗ് ഉണ്ട് എന്ന് വെച്ചിട്ടായിരിക്കും നമുക്ക് തെറാപ്യൂട്ടിക് എഫിക്കസി, അല്ലെങ്കിൽ നമുക്ക് അസുഖം മാറുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രഗ് എത്രത്തോളം നമ്മുടെ ശരീരത്ത് ഉണ്ട്, അല്ലെങ്കിൽ അൺചേഞ്ച്ഡ് ആയിട്ട് ഡ്രഗ് ഫ്രം ദ സൈറ്റ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. ഇപ്പൊ എക്സാമ്പിൾ, ഞാൻ ഗുളിക കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഗുളിക കഴിച്ചിട്ട് എത്ര എമൗണ്ട് അൺചേഞ്ച് ആയിട്ട് എൻ്റെ ബ്ലഡ് സർക്കുലേഷനിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻഫീരിയർ വീന കാവയിലോ എത്ര മരുന്ന് ഉണ്ട് എന്നുള്ള കണക്ക് പ്രകാരം എനിക്ക് എന്ത് എഫക്റ്റ് കിട്ടുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇഞ്ചക്ഷൻ തരികയാണെങ്കിൽ, ഇൻട്രാവീനസ് ഇഞ്ചക്ഷൻ, നമ്മുടെ ഞരമ്പിൽ കൂടെ ഇഞ്ചക്ഷൻ തരികയാണ് എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് ഓഫ് മരുന്ന് എൻ്റെ സിസ്റ്റമിക് സർക്കുലേഷനിൽ ഉണ്ടായി, അതായത് ഫുൾ എമൗണ്ട് മരുന്നുണ്ടായി. സോ ആ മരുന്ന് എനിക്ക് എന്ത് തെറാപ്യൂട്ടിക് എഫിക്കസി ആണ്, അല്ലെങ്കിൽ എനിക്ക് ആ മരുന്നിന്റെ ഗുണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെയാണ് നമ്മൾ കൂടുതലും ഫാർമക്കോ ഡൈനാമിക്സിനകത്ത് പഠിക്കുന്നത്. സോ ഇതിന് എന്തൊക്കെ രീതിയിലാണ് അത് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ബേസിക് ആയിട്ട് ഡ്രഗ് ആക്ഷൻ പറയുകയാണെങ്കിൽ മൊത്തം 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് സ്റ്റിമുലേഷൻ എന്ന് പറയും. സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിമുലേറ്റ് ചെയ്യുക. നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഉള്ളുന്നു അല്ലെ, അല്ലെങ്കിൽ എക്സാമ്പിൾ ടച്ച് മീ നോട്ട്, അതായത് തൊട്ടാവാടി തൊടുമ്പോൾ എന്ന് സംഭവിക്കുന്നത് അടഞ്ഞു പോകും. അതൊരു സ്റ്റിമുലേഷൻ ആണ്. നെക്സ്റ്റ് ഡിപ്രഷൻ ആണ്. അതായത് ഞാനൊരു മരുന്ന് നിങ്ങൾക്ക് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലികളൊന്നും ചെയ്യാൻ പറ്റാതെ ആകുന്നു, അതൊരു ഡിപ്രഷൻ സ്റ്റേജ് ആണ്. ഇനി ഇറിറ്റേഷൻ ആണ്. ഞാൻ നിങ്ങൾക്ക് മരുന്ന് തന്നപ്പോൾ നിങ്ങൾക്ക് അലർജിക് കണ്ടീഷൻ ഉണ്ടായി എന്നുള്ളതാണ്. നെക്സ്റ്റ് റിപ്ലേസ്മെന്റ് ആണ്. റിപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 2 മരുന്നുകൾ തന്നു. അപ്പൊ A എന്ന മരുന്ന് തന്നു, അതിനുശേഷം ഞാൻ B എന്ന മരുന്ന് തരുമ്പോൾ എയുടെ ആക്ഷനെ മാറ്റി
മാറ്റുന്നു എന്നുള്ളതാണ്. ആൻഡ് സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കാർസിനോജനിക് അല്ലെങ്കിൽ ടോക്സിക് എഫക്ട് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ നമുക്ക് ക്യാൻസറസ് എഫക്ട് എന്നൊക്കെ പറയാം. സോ ഇത്രയുമാണ് നമുക്ക് മേജർ ക്ലാസിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എടുത്തെടുത്ത് പഠിക്കാം, അപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ബേസിക് ആയിട്ട് ഈ വേർഡിന്റെ മീനിങ്ങുകൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ദ ഫസ്റ്റ് വൺ ഈസ് സ്റ്റിമുലേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റിമുലേറ്റ് കിട്ടുന്നു. നെക്സ്റ്റ് ഇസ് ഡിപ്രഷൻ, അതിന്റെ ആക്ഷൻ കുറയുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇറിറ്റേഷൻ, ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റിപ്ലേസ്മെന്റ്, റിപ്ലേസ് ആകുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സൈറ്റോടോക്സിക് ആക്ഷൻ, അതായത് ഒരു കാർസിനോജനിക് അല്ലെങ്കിൽ ടോക്സിക് എന്നൊക്കെ നമുക്ക് പറയാം, ടോക്സിക് എഫക്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, ഈ 5 പേരുകളും കാണാതെ തന്നെ പഠിക്കണം. ഡ്രഗ് ആക്ഷൻ ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ഇൻഡയറക്ട്ലി ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. സ്റ്റിമുലേഷൻ, ഡിപ്രഷൻ, ഇറിറ്റേഷൻ, റിപ്ലേസ്മെന്റ് ആൻഡ് എന്താണ് സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ. So first one നമ്മൾ stimulation നോക്കാൻ പോവാണ്. Stimulation refers to the selective enhancement of the level of activity of specialized cell. അതായത് ഇവിടെ നമുക്കൊരു സ്പെഷ്യലൈസ്ഡ് സെൽ ഉണ്ടായിരിക്കും, അതിന്റെ എൻഹാൻസ്മെന്റ് ആയിരിക്കും. എൻഹാൻസ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ആക്ടിവിറ്റി. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എല്ലാ സെല്ലും കയറി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ചില സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആ സെല്ലുകൾ മാത്രമേ അത് സ്റ്റിമുലേറ്റ് ചെയ്യത്തുള്ളൂ. എക്സാമ്പിൾ പറയുവാണെങ്കിൽ അഡ്രനാലിൻ സ്റ്റിമുലേറ്റ്സ് ഹാർട്ടിനെ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു? അഡ്രനാലിൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ലാസ്റ്റ് സർജറി ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം, ഈ അനസ്തേഷ്യ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അനസ്തേഷ്യ പഠിക്കാനുണ്ട്, അതിന്റെ ഡിഫറെന്റ് സെക്ഷൻസുകൾ അല്ലെങ്കിൽ അതിന്റെ ഫേസുകൾ പഠിക്കാനുണ്ട്. ലാസ്റ്റ് നമ്മൾ കോമ ടു ഡെത്ത് ആണ് നമ്മൾ എപ്പോഴും പറയാം അനസ്തേഷ്യയിൽ കേട്ടോ. കാരണം നമുക്ക് അവസാനം കയ്യിൽ പിടിയിട്ടില്ല, ആളെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് കോമ ടു ഡെത്ത് ആണ് പറയുക. സോ ആ ഒരു സ്റ്റേജ് എപ്പോഴെങ്കിലും എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അഡ്രനാലിൻ കൊടുക്കും, അല്ലെങ്കിൽ സഡൻ ആയിട്ട് അലർജിക് റിയാക്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിവിയർ അലർജിക് കണ്ടീഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ശ്വാസം മുട്ടിപ്പോകും, അപ്പം ഓക്സിജൻ ബോഡിയിൽ കുറയും. സോ ബേസിക് ആയിട്ട് ഓക്സിജൻ ലാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഹാർട്ട് റേറ്റ് കുറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി എമർജൻസി ഡ്രഗ് ആയിട്ട് നമ്മൾ അഡ്രനലിൻ യൂസ് ചെയ്യാറുണ്ട്. സോ എക്സാമ്പിൾ അഡ്രനലിൻ സ്റ്റിമുലേറ്റ് ഹാർട്ട് ആണ്. സോ നെക്സ്റ്റ് ഇസ് പൈലോകാർപ്പിൻ സ്റ്റിമുലേറ്റ് സലൈവറി ഗ്ലാൻഡ്. സോ സലൈവറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ആരെ ഉപയോഗിക്കുന്നു? പൈലോകാർപ്പിൻ ഉപയോഗിക്കുന്നു. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ പഠിക്കേണ്ട എക്സാമ്പിൾ അഡ്രനലിൻ സ്റ്റിമുലേറ്റ് ഹാർട്ട്. ഈ ഒരു എക്സാമ്പിൾ പഠിക്കുക. അതായത് എന്താണ്? അതായത് സ്റ്റിമുലേഷൻ റെഫേഴ്സ് ടു സെലക്റ്റീവ് എൻഹാൻസ്മെന്റ്. എല്ലാത്തിനും സ്റ്റിമുലേറ്റ് ചെയ്യില്ല, സെലക്ട് ചെയ്ത് കൊണ്ട് മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യും ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽ. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ 2-3 ആൾക്കാർ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുവാണ്, അതിൽ 1-2 ആൾക്കാർക്ക് ഭയങ്കര വിഷമമുണ്ട്. സോ നിങ്ങൾക്ക് അറിയാമെന്നുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾ എന്തെങ്കിലും സാന്ത്വനിപ്പിക്കുള്ളൂ അല്ലേ, ആ പോട്ടെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുള്ളൂ. അതേ പരിപാടി തന്നെയാണ്, എല്ലാവരെയും ഒന്നും ചെയ്യില്ല, ചില ആൾക്കാരെ മാത്രമേ ചെയ്യുള്ളൂ. ഹൗ എവർ എക്സസീവ് സ്റ്റിമുലേഷൻ ഈസ് ഓഫൺ ഫോളോഡ് ബൈ ഡിപ്രഷൻ ഓഫ് ദറ്റ് ഫംഗ്ഷൻ. അതായത് എക്സസീവ് ആയിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് എന്ത് സംഭവിക്കുക? അത് ഡിപ്രഷനായിട്ട് മാറും. അതായത് നമ്മളൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർ നമ്മൾ എക്സസീവ് ആയിട്ട് നമ്മളെന്ത് സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കുറേ കഴിയുമ്പോൾ അവർക്ക് തന്നെ ഡിപ്രഷൻ ആവും അല്ലേ. സോ അതേപോലെ ഡിപ്രഷൻ ആവും. എക്സാമ്പിൾ ഹൈ ഡോസ് ഓഫ് പിക്രോടോക്സിൻ, എ സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലൻ, പ്രൊഡ്യൂസ് കൺവൽഷൻ ഫോളോഡ് ബൈ കോമ ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. സോ നിങ്ങൾക്ക് കൺവൽഷൻ ഒക്കെ പഠിക്കാനുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഡ്രഗ് പറയുന്നുണ്ട് പിക്രോടോക്സിൻ. പിക്രോടോക്സിൻ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കല് നമ്മൾ ഹൈ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് നമ്മുടെ CNS സ്റ്റിമുലന്റ് ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് ആണ്, പ്രൊഡ്യൂസ് കൺവൽഷൻ. എന്താ ചെയ്യുക? പിക്രോടോക്സിൻ നമ്മൾ കൺവൽഷൻ ഉണ്ടാക്കും. ഈ ജ്വരം എന്നൊക്കെ പറയില്ലേ, അതുപോലെ കൺവൽഷൻ ഉണ്ടാക്കും. അതിനുശേഷം കൺവൽഷൻ എന്താ ചെയ്യുക? പിന്നെ ഫോളോഡ് ബൈ കോമയിലേക്ക്, അബോധാവസ്ഥയിലേക്ക് പോകുന്നു. ആൻഡ് റെസ്പിറേറ്ററി ഡിപ്രഷൻ. റെസ്പിറേറ്ററി ഡിപ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ലങ്സ് ഡിപ്രസ് ആയി പോകുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? അതായത് നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാം കയറി സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓവർ ആയി കഴിഞ്ഞാൽ, ഹയർ ഡോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അവർക്ക് ഡിപ്രഷനിലേക്ക് പോകും. സോ സ്റ്റിമുലേഷൻ ലീഡ്സ് ടു ഡിപ്രഷൻ എന്ന് പറയാം അല്ലെ, ഓൺ ഹയർ ഡോസ് അല്ലെങ്കിൽ ഡോസ് ഡിപ്പെൻഡന്റ് എന്ന് പറയാം അല്ലെ. അതായത് ഡോസ് ഡിപ്പെൻഡന്റ് ആയിട്ട്, ഡോസ് നമ്മൾ ഹയർ ഡോസിൽ കൊടുക്കുകയാണെങ്കിൽ സ്റ്റിമുലൻസ് എന്തായി മാറും? ഡിപ്രസ്ഡ് ആയിട്ട്
എന്തായിട്ട് മാറും? എടാ ശ്രദ്ധിക്ക്, ഇവിടെ സ്റ്റിമുലന്റുകൾ നമ്മൾ ഹയർ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് മാറും. മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭയങ്കര സിമ്പിൾ ആണ്. സോ പൈലോ കാർബൺ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അഡ്രിനൽ സ്റ്റിമുലന്റ് മാത്രം നോക്കുക കേട്ടോ. സോ ഇവിടെ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിപ്രഷൻ ആണ്. ഞാൻ ഡിപ്രഷൻ എന്ന് പറഞ്ഞ പോലെ ഒപ്പം ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോൾ ഡിപ്രഷൻ എന്താണെന്ന് മനസ്സിലായി അല്ലേ? സോ ഡിപ്രഷൻ മീൻ സെലക്റ്റീവ് ഡിമിനിഷൻ ഡിക്രീസ് ഓഫ് ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ്ഡ് സെല്ല്. എടാ ശ്രദ്ധിക്ക്, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലുണ്ട് അല്ലേ, അല്ലെങ്കിൽ ഒരു പ്രത്യേകതരമായ ഒരു സെല്ലുണ്ട്, ആ സെല്ലിനെ മാത്രം സെലക്റ്റീവായിട്ട് ഡിപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ്? സെലക്റ്റീവായിട്ട് മാത്രം ഡിപ്രസ് ചെയ്യുന്നു. നമ്മുടെ എനിമി ഇരിപ്പോടെ നമ്മുടെ എനിമീനെ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ആരൊക്കെ ഉള്ളത്? ബാർബിച്ചുറേറ്റ് ഡിപ്രസ് CNS. ബാർബിച്ചുറേറ്റ്സ് എന്താ ചെയ്യുക? CNSനെ ഡിപ്രസ് ചെയ്യും. നമുക്കിത് പഠിക്കാനുണ്ട് കേട്ടോ. ആൻഡ് ഒമിപ്രസോൾ ഡിപ്രസ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. അതായത് ഒമിപ്രസോൾ എന്താ ചെയ്യുക? ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുവാണ് ചെയ്യുക. ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും GI ട്രാക്റ്റിനകത്തുള്ള സെക്രീഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഓൾറെഡി നിങ്ങൾ സ്റ്റൊമക്ക് പഠിച്ച് വന്നവരാണ്. സോ ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻസ് എന്ത് ചെയ്യുന്നു? ഡിപ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ബാർബിച്ചുറേറ്റ്സ് ഡിപ്രസ് CNS എന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റം. നമുക്ക് സെൻട്രൽ നെർവസ് സിസ്റ്റം ഉണ്ട് ആൻഡ് PNS ഉണ്ട്, പെരിഫറൽ നെർവസ് സിസ്റ്റം ഉണ്ട്. സോ ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ അനാട്ടമി ഫിസിയോളജിയിലൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് CNS, എന്താണ് PNS. സോ നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ബേസിക് കൺട്രോൾ ചെയ്യുന്ന CNS ആയിരിക്കും കേട്ടോ. സോ ഇത് ഇത്രയും ഇപ്പം മനസ്സിലാക്കി വെക്കുക. And a certain drug stimulant one type of cell but depress the other. അതായത് certain drug stimulate one type of cell. അതായത് ചില ഡ്രഗുകൾ കൊടുക്കുമ്പോൾ ഒരു തരത്തിലുള്ള സെല്ലുകളെ സ്റ്റിമുലേറ്റ് ചെയ്യാറുണ്ട്, ബട്ട് ഡിപ്രസ് ദ അതേഴ്സ്. എന്ത് ചെയ്യാം? അത് മറ്റുള്ളതിനെയും ഡിപ്രസ് ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ സ്റ്റിമുലൻസുകൾ പഠിച്ചില്ലേ, ഈ സ്റ്റിമുലന്റ് പഠിച്ചില്ലേ? ഈ സ്റ്റിമുലന്റ് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഹയർ ഡോസിൽ കൊടുത്താൽ ഡിപ്രസന്റ് ആവുമെന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് തിരിച്ചു പറഞ്ഞൂടെ, നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യും, ചില ഡ്രഗുകൾ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡിപ്രഷൻ ചെയ്യും നമുക്ക് പറഞ്ഞൂടെ? അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അസറ്റൈൽ കൊളൈൻ സ്റ്റിമുലേറ്റ്സ് ഇൻറ്റെസ്റ്റിനൽ സ്മൂത്ത് മസിൽ ബട്ട് ഡിപ്രസ് SA നോഡ് ഇൻ ദ ഹാർട്ട്. അതായത് അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഡ്രഗ്, അസറ്റൈൽ കൊളൈൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഡ്രഗ് നമ്മൾ കൊടുക്കുന്നത് എന്താണ്? ഇൻറ്റെസ്റ്റിനൽ സ്മൂത്ത് മസിലിനെ ഡിപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻറ്റെസ്റ്റിനൽ സ്മൂത്ത് മസിലിനെ ഡിപ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നു. എന്നാൽ ഇതെന്താ ചെയ്യുക? അസറ്റൈൽ കൊളൈന് വേറൊരു ആക്ഷനും കൂടെ ഉണ്ട്. നമ്മുടെ ഹാർട്ടിലെ SA നോഡിനെ കൂടെ എന്താ ചെയ്യുക? അത് ഡിപ്രസ് ചെയ്ത് കളയും എന്നുള്ളതാണ്. ശ്രദ്ധിക്കടാ. അതായത് നമ്മൾ അസറ്റൈൽ കൊളൈൻ കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താ ചെയ്യുക? ഇൻറ്റെസ്റ്റിനൽ സ്മൂത്ത് മസിൽസിനെ ഡിപ്രസ് ചെയ്യും, അതിൻ്റെ കൂടെ SA നോഡിനെയും കൂടെ ചെയ്യും. സോ ഇങ്ങനെയുള്ള എക്സ്ട്രാ പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് അല്ല. ഇതിൻ്റെ അതായത് എന്താണ് അതിൻ്റെ ആക്ടിവിറ്റി, അതെങ്ങനെയാണെന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ഇങ്ങനെ എക്സ്ട്രാ പോയിന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം പഠിച്ചാൽ മതി. പ്യുവർലി റെഫറൻസ് ആണ്, കാരണം ജനറൽ ഫാർമക്കോളജി എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. സോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. കാര്യം ജനറൽ ഫാർമക്കോളജി എന്നൊക്കെ പറയുമ്പോൾ ബേസിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നത് നമ്മുടെ ഫാർമസി പ്രൊഫസേഴ്സ് ഒക്കെ ആയിരിക്കും. സോ അവരെ സംബന്ധിച്ച് അവർക്ക് ജനറൽ ഫാർമക്കോളജി എന്ന് പറഞ്ഞാൽ ഇതാണ് ജനറൽ ഫാർമക്കോളജി. സോ ക്വസ്റ്റ്യൻസ് എങ്ങനെ വേണമെങ്കിലും വരാൻ പ്രതീക്ഷിക്കാം. സോ ഇതൊക്കെ പഠിച്ചോളൂ കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഇറിറ്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറിറ്റേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ ബേസിക് ആയിട്ട് എന്തൊക്കെ നമ്മൾ നോക്കി? ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ സ്റ്റിമുലേഷൻ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ സ്റ്റിമുലൻസ് പറഞ്ഞല്ലേ? സ്റ്റിമുലൻസ് പറഞ്ഞു. ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞതല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് എന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? ഡിപ്രസ്ഡ് എന്ന് ഡിപ്രഷൻ അല്ലെങ്കിൽ ഡിപ്രസ്ഡ് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടെണ്ണം പറഞ്ഞു. സോ രണ്ടും എന്താണ്? ഏകദേശം ഒരുപോലെയാണ്, അനിയൻ ചേട്ടൻ ബന്ധമാണ് അല്ലേ. സോ ഇവിടെ എന്താ ചെയ്യുക? കുറയ്ക്കുവാണ് ചെയ്യുക അല്ലെ. ഇവിടെ എന്താണ് ചെയ്യുന്നത്? കുറയ്ക്കുവാണ് ചെയ്യുക. സോ ഇത് രണ്ടും നമുക്ക് കാര്യം എന്താന്ന് നമുക്ക് പഠിച്ചു, നമ്മൾ മനസ്സിലാക്കി. എന്താണ് സ്റ്റിമുലന്റ്, എന്താണ് ഡിപ്രസ്ഡ് എന്ന് മനസ്സിലാക്കി. എടാ ശ്രദ്ധിക്ക്, എന്താണ് സ്റ്റിമുലന്റ്, എന്താണ് ഡിപ്രസന്റ് നമ്മൾ മനസ്സിലാക്കി. സോ അത് അവിടെ കഴിഞ്ഞു, അതങ്ങ് വിട്ടേക്കും കേട്ടോ. സോ നമ്മൾ ഡിപ്രസന്റിൽ ഇവിടെ എന്ത് പറഞ്ഞു? ഒരു എക്സാമ്പിൾ നോട്ട് പറഞ്ഞു. അസറ്റൈൽ കൊളൈൻ കൊടുക്കുമ്പോൾ എന്താണ്? ഇൻറ്റെസ്റ്റിനൽ സ്മൂത്ത് മസിലിനെ
ഇൻഡസ്റ്റൽ സ്മൂത്ത്നെസ് ഡിപ്രസ് ചെയ്യുമ്പോൾ അത് മാത്രമല്ല എസ് ഐ നോട്ടിനെ കൂടെ എന്ത് ചെയ്യും, ഡിപ്രസ് ചെയ്യും എന്നുള്ള കാര്യം കൂടെ നമ്മൾ എടുത്ത് പറഞ്ഞു അല്ലേ. സോ പിന്നെ നമ്മളിവിടെ എന്താ പറഞ്ഞത്, സ്റ്റിമുലന്റ് നമ്മൾ പറഞ്ഞു. ഈ സ്റ്റിമുലന്റിനും ഡിപ്രഷനും ഒരു ബന്ധമുണ്ട്. ഡോസ് കൂടിക്കഴിഞ്ഞാൽ അതെന്തായി മാറും, ഡിപ്രസ്ഡ് ആയിട്ട് മാറും എന്നുള്ളതും കൂടെ നമ്മൾ പറഞ്ഞു. ഈ മേജർ പോയിന്റ്സ് മാത്രം മനസ്സിൽ എപ്പോഴും വെച്ചിരിക്കുക കേട്ടോ. സോ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എ നോൺ സെലക്റ്റീവ് ആണ്. സ്റ്റിമുലന്റ് നമ്മൾ എന്താ പറഞ്ഞേ, ഇത് സെലക്റ്റീവ് ആണെന്നല്ലേ പറഞ്ഞേ, ഇത് സെലക്റ്റീവ് എന്ന് നമ്മൾ എടുത്ത് പറഞ്ഞു. ഇത് രണ്ടും സെലക്റ്റീവ് ആണ്. സോ പക്ഷെ എന്താണ്, ഇറിറ്റന്റ് എന്താണ്, ഒരു നോൺ സെലക്റ്റീവ് ആണ്. എടാ ശ്രദ്ധിക്ക്, നോൺ സെലക്റ്റീവ് എടുത്ത് ചോദിക്കും എന്താണ് ഇറിറ്റന്റ് എന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഇറിറ്റന്റ് സെലക്റ്റീവ് ആണോ നോൺ സെലക്റ്റീവ് ആണോ എന്ന് എടുത്ത് ചോദിക്കും. മനസ്സിലാക്കിക്കോ, നോൺ സെലക്റ്റീവ് ആണ്. ഓഫ്റ്റൻ നോസിയസ്, അതായത് നമുക്ക് ഹാംഫുൾ എഫക്റ്റ് തരാം. ആൻഡ് ഈസ് പെർട്ടിക്കുലർലി അപ്ലൈ ടു ലെസ് സ്പെഷ്യലൈസ് സെൽ. അതായത് അതിനൊരു ഒരു പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനത്തെ സ്പെഷ്യലൈസ് സെല്ലിൽ മാത്രമേ പോകുള്ളൂ എന്നൊന്നുമില്ല, അതെങ്ങനെ വേണമെങ്കിലും പോകാം. ലെസ് സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്. സോ എക്സാമ്പിൾ എപ്പിത്തീലിയം, കണക്റ്റീവ് ടിഷ്യൂ ഒക്കെയാണ്. സോ എന്താണ് എപ്പിത്തീലിയം, എന്താണ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് നിങ്ങൾ ബേസിക് അനാട്ടമി ഫിസിയോളജിയിൽ പഠിക്കും. So this may result in diminution or loss of a function. So ഈ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ, ഇറിറ്റേഷൻ വന്നിട്ട് നമുക്ക് നോസിയസ് എഫക്റ്റ് ആണ് വരുന്നതെങ്കിൽ നമുക്ക് ലോസ് ഓഫ് ഫങ്ഷൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഡിമിനിഷൻ ഉണ്ടാവുകയോ ചെയ്യാം. ഡിമിനിഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ ആക്ഷൻ കുറയുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻ കുറയുകയോ ചെയ്യാം. ഇപ്പം ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഹാംഫുൾ എഫക്റ്റ് വരെ. ശ്രദ്ധിക്ക്, എനിക്ക് ഇറിറ്റേഷൻ വന്നു. എൻ്റെ ഇറിറ്റേഷൻ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴത്തെ ഇറിറ്റേഷൻ എന്താണ്, എനിക്കാണെങ്കിൽ മൂക്ക് അടഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ തൊണ്ടവേദനയാണ്. അപ്പം ഞാൻ അല്ലെങ്കിൽ ചുമ വരുന്നുണ്ട്, ചുമയ്ക്കുമ്പോൾ ഞാൻ നന്നായിട്ട് ചുമച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ ചുമച്ച് വരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുക, എൻ്റെ ഇവിടെയുള്ള ടിഷ്യൂസ് ഒക്കെ ഡാമേജ് ആവും അല്ലേ, അല്ലെങ്കിൽ അവിടെയുള്ള ടിഷ്യൂസ് ഒക്കെ പെട്ടെന്ന് ചുമച്ച് ഡാമേജ് ആയിട്ട് എനിക്ക് ചുമ വന്നിട്ട് ചിലപ്പോൾ ബ്ലഡ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ ബ്ലഡ് ചുമക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്, അവർക്ക് ഈ ലൈനിങ് ഒക്കെ പൊട്ടിപ്പോകുന്നതാണ്, ഒരുപാട് ചുമച്ച് വരുമ്പോഴോ അടിവയറ് വേദന അല്ലേ. സോ അവിടെ എന്താ സംഭവിക്കുക, എൻ്റെ അവിടുത്തെ ടിഷ്യൂവിന് ഡാമേജാ വന്നേ അല്ല, അല്ലെങ്കിൽ ആ ടിഷ്യൂവിന്റെ ആക്ഷൻസ് കുറയുകയാണ് ചെയ്തേ. സോ അവിടെ ഒരു ഇറിറ്റേഷൻ വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ സംഭവിച്ചു. എന്നാൽ അത് മാത്രമല്ല, ശ്രദ്ധിക്കുക, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നോൺ സെലക്റ്റീവ് ആണ്, നോസിയസ് ആണ്, ആൻഡ് പെർട്ടിക്കുലർലി അപ്ലൈ ടു ലെസ് സ്പെഷ്യലൈസസ് അല്ലേ. എക്സാമ്പിൾസ് ഒന്നും പറയാനായിട്ടൊന്നും ഇവിടെ ഇല്ല കേട്ടോ. സോ റിപ്ലേസ്മെന്റ് ആണ്, എന്തോ ഒരു കാര്യം നമ്മളെ റിപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദിസ് റെഫേഴ്സ് ടു യൂസ് ഓഫ് നാച്ചുറൽ മെറ്റബോളൈറ്റ്സ്, ഹോർമോൺസ് ഓർ ദെയർ കൺജനേഴ്സ് ഇൻ ഡെഫിഷ്യൻസി സ്റ്റേജ്. സോ റിപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നാച്ചുറൽ മെറ്റബോളൈറ്റോ അല്ലെങ്കിൽ ഹോർമോൺസോ അത് ഡെഫിഷ്യൻസി സ്റ്റേജിൽ അവിടെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ എക്സാമ്പിൾ ലീവോഡോപ്പ ഇൻ പാർക്കിൻസോണിസം, ഇൻസുലിൻ ഇൻ ഡയബറ്റീസ് മെൽറ്റസ്, അയൺ ഇൻ അനീമിയ. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് നമുക്ക് ഡയബറ്റീസ് വരുമ്പോൾ നമുക്ക് ഇൻസുലിന്റെ കുറവ് വരുന്നു. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇൻസുലിന്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നു. പാർക്കിൻസോണിസം വരുന്നവർക്ക് നമ്മൾ എന്താ ചെയ്യുക, ലീവോഡോപ്പ മരുന്ന് കൊടുക്കുന്നു. അനീമിയ കണ്ടീഷൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ അയൺ ടാബ്ലറ്റ് കൊടുക്കുന്നു അല്ലെ. അതായത് റിപ്ലേസ് ചെയ്യുന്നു, നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്തൊരു സാധനം നമ്മൾ റിപ്ലേസ് ചെയ്ത് കൊടുക്കുവാണ് നമ്മളിവിടെ ചെയ്യുക. സിമ്പിൾ അല്ലേ, എളുപ്പമല്ലേ റിപ്ലേസ്മെന്റ്. സോ ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോസിയസ് ആയിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും, നോൺ സെലക്റ്റീവ് ആയിരിക്കും. ഈ രണ്ട് വാക്കുകൾ മനസ്സിൽ വെച്ചോളുക. റിപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് നാച്ചുറൽ മെറ്റബോളൈറ്റ്സോ ഹോർമോൺസോ അല്ലെങ്കിൽ ഡെഫിഷ്യൻസി സ്റ്റേജിൽ നമ്മൾ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ മാറ്റത്തിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇൻസുലിൻ, ലീവോഡോപ്പ ആൻഡ് അയൺ ആണ്. ഇത്രയുമാണ് എക്സാമ്പിൾ. So last one is cytotoxic action. So selective cytotoxic action on invading parasites or cancer cell, attenuating them without significantly affecting the ഹോസ്റ്റ് സെൽ. എങ്ങനെയാണ് സൈറ്റോടോക്സിക് ആക്ഷൻ? നമുക്ക് സൈറ്റോടോക്സിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ക്യാൻസറുമായിട്ട് റിലേറ്റീവ് ആണ് അല്ലേ. സോ ഇവിടെ എന്താ പറയുന്നത്, സെലക്റ്റീവ് സൈറ്റോടോക്സിക് ആക്ഷൻ. സെലക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യുന്നു, സൈറ്റോടോക്സിക് ക്യാൻസറസ് ആക്ഷൻ കൊടുക്കുന്നു ഓൺ ഇൻവേർഡിങ് പാരസൈറ്റ്സ്. അതായത് എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ ചില പാരസൈറ്റ്സ് ഒക്കെ നമ്മുടെ ബോഡിയിൽ, അത് പാരസൈറ്റ്സ് എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ദേഹത്ത് പുഴുക്കൾ വന്നു എന്ന് വെച്ചോ, പുഴു എന്ന് പറഞ്ഞൊരു പാരസൈറ്റ് ആണ് അല്ലെ. അതായത് പുറത്തുനിന്ന് എന്തെങ്കിലും വേമുകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സാധനങ്ങൾ. ഇപ്പൊ എക്സാമ്പിൾ റിംഗ് വേം പറയാം, നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ള ഹെൽമന്ത്, അതൊക്കെ എന്താണ്, പാരസൈറ്റ്സ് ആണ്. സോ ഇൻവേഡിങ് പാരസൈറ്റ്സ് ഓർ ക്യാൻസർ സെല്ല്. സോ പാരസൈറ്റ് തന്നെ ആകണം എന്നില്ല. സോ അവിടെ ക്യാൻസർ സെല്ലാകാം, അല്ലെങ്കിൽ അറ്റുനേറ്റിംഗ് ദം വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് ദ ഹോസ്റ്റ് സെൽ. അതായത് ഹോസ്റ്റ് സെല്ലിനെ അഫക്റ്റ് ചെയ്യാതെ
അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ ഡിസ്ട്രക്ട് ചെയ്യുകയോ ആണ് ചെയ്യുക. സോ ബേസിക്കലി നമുക്കറിയാം ഇപ്പോൾ ക്യാൻസർ വരാൻ പല കാരണങ്ങളാണ് അല്ലേ. സോ ക്യാൻസർ വരാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ദ ഫസ്റ്റ് വൺ ഈസ് ലൈഫ് സ്റ്റൈലാണ്. നമുക്കറിയാം ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? സ്മോക്കിംഗ് വരും അല്ലേ, സ്മോക്കിംഗ് വരും, പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുന്നത് വരും, പിന്നെ ആൽക്കഹോളിക് ഡ്രിങ്കിങ് വരും അല്ലേ. സോ ഇതൊക്കെ നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ട് ബന്ധമാണ്. പിന്നെ പറഞ്ഞത് ഈ പാരസൈറ്റിക്കുകൾ വരാം അല്ലെ. പാരസൈറ്റിക് എന്ന് പറയും, പാരസൈറ്റിക് അല്ലെങ്കിൽ വൈറസ് ബാക്ടീരിയ എന്ന് നമുക്ക് ഒരു കാറ്റഗറി കൊടുക്കാം. വൈറസ് അല്ലെങ്കിൽ ബാക്ടീരിയ എന്ന കാറ്റഗറി കൊടുക്കാം. വൈറസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട്? ഹെർപ്പീസ് കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ, ഹെർപ്പീസ് പോലുള്ള വൈറസുകൾ അല്ലെ, ഹ്യൂമൻ പാപ്പിലോമ വൈറസുകൾ. സോ ഇതൊക്കെ എന്താ ചെയ്യുക? ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അല്ലെ. സോ ഇതൊക്കെ സെർവിക്കൽ ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഫീമെയിൽസിലാണ് കൂടുതലും സെർവിക്കൽ, കാരണം ഫീമെയിൽസിലാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സെർവിക്കൽ ക്യാൻസേഴ്സ് ഒക്കെ വരിക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ഒരു മെഡിക്കൽ ഫീൽഡൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം സെർവിക്കൽ ക്യാൻസർ എന്താണെന്നുള്ളത്. സോ അത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ പാരസൈറ്റിക്. പിന്നെ അത് മാത്രമല്ല ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. ജനറ്റിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? മേ ബി അച്ഛനോ അമ്മയ്ക്കോ വലിയച്ഛനോ ആർക്കെങ്കിലും ഒക്കെ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു അംശം എന്ത് ചെയ്യും? അവരുടെ നെക്സ്റ്റ് വരുന്ന ഓഫ്സെറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? അത് പോകുന്നു എന്നുള്ളതാണ്. സോ ഇതൊരു ബേസിക് കൺസെപ്റ്റ് ആണ്, നിങ്ങൾ മനസ്സിലാക്കി മാത്രം വെച്ചാൽ മതി. സോ ഇനി എങ്ങനെയാണ് ക്യാൻസർ സെല്ലിന് ഈ സൈറ്റോടോക്സിക് ആക്ഷൻ വരിക എന്ന് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ നമുക്ക് ഒരു സെല്ല് നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചോ, ഇതാണ് സെല്ല്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാൻ പോകുന്നത്? ഹോസ്റ്റ് സെല്ല് എന്ന് പറയാൻ പോകുന്നത്. എന്ത് സെല്ല്? ഹോസ്റ്റ് സെല്ല്. സോ നമ്മളിവിടെ പറഞ്ഞല്ലോ അല്ലേ, ഇവിടെ നോക്കിക്കേ, നമ്മൾ വിത്തൗട്ട് സിഗ്നിഫിക്കൻ്റ്ലി അഫക്റ്റിംഗ് ദ ഹോസ്റ്റ് സെൽ എന്നാ പറഞ്ഞത്. സോ ഇതാണ് അതിന്റെ ഹോസ്റ്റ് സെല്ല്. സോ സെലക്റ്റീവ്ലി സൈറ്റോടോക്സിക് ആക്ഷൻ ഓൺ ഇൻവേഡിങ് പാരസൈറ്റ്. സോ ഈ സെല്ലിനകത്ത് ഒരു പാരസൈറ്റ് ഇൻവൈഡ് ചെയ്ത് കയറാൻ പോവുകയാണ്. സോ എന്താ ചെയ്യുക? ഇവിടെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും ഐറ്റം, ഇപ്പം ഡ്രഗ് ആയിക്കോട്ടെ, കെമിക്കൽസ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ. സോ ഈ സാധനം എന്ത് ചെയ്യുന്നു? സെലക്റ്റീവായിട്ട് ആ പാരസൈറ്റിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നു. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസർ സെല്ലിനെയും ആകാം. അതായത് ഇത് നമ്മുടെ നോർമൽ സെല്ല് അല്ലെങ്കിൽ ഇനി ഇതിപ്പോ മനസ്സിലായല്ലോ, അതായത് നമ്മുടെ പാരസൈറ്റ് ഉണ്ട്, ഇത് നമ്മൾ സെലക്റ്റീവായിട്ട് ഡ്രഗ് കൊല്ലുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂമൻ ബീയിങ്ങിനെ നോക്കാൻ പോവാ കേട്ടോ. ഇത് ഹ്യൂമൻ ബീയിങ് ആണ്. ഹ്യൂമൻ ബീയിന്റെ ബോഡിയിൽ ക്യാൻസർ സെല്ലുണ്ട്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോളൻ ക്യാൻസർ എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്യാൻസർ നമുക്ക് പറയാം. സോ കോളൻ ക്യാൻസർ വന്നു. സോ പുള്ളിക്കാരന് നമ്മൾ ഡ്രഗ് കൊടുക്കുന്നു. സോ ഡ്രഗ് കൊടുക്കുമ്പം ബ്രെയിൻ ഉണ്ട്, ലിംബ് ഉണ്ട്, ഒരുപാട് ഓർഗൻസ് ഉണ്ട്, ലീവർ ഒക്കെ ഉണ്ട്. സോ അവിടെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ ആ ഡ്രഗ് എന്ത് ചെയ്യുന്നു? ഈ കോളനെയോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയെയോ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ കൊല്ലുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, അതായത് നമ്മൾ സെലക്റ്റീവായിട്ട് ക്യാൻസർ സെല്ലിനെയോ അല്ലെങ്കിൽ ഇൻവേഡിങ് പാരസൈറ്റിനോ കൊല്ലുകയാണ് ചെയ്യുക. ഫോർ ക്യൂർ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് നിയോപ്ലാസം, അതായത് ട്യൂമറിനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ. എക്സാമ്പിൾ പെൻസിൽ നമുക്ക് ആന്റിബയോട്ടിക് ആണ്. സോ ക്ലോറോക്വിൻ, സിഡോവുഡിൻ ഇത് ആന്റി വൈറൽ ആണ്. സൈക്ലോഫോസമൈഡ് ആന്റി ക്യാൻസർ ഡ്രഗ് ആണ്. സോ എക്സെട്ര. സോ ഇങ്ങനെയുള്ള ഡ്രഗുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യും? ഇൻഫെക്ഷനോ അല്ലെങ്കിൽ നിയോപ്ലാസ്റ്റിനൊക്കെ നമുക്ക് ഉപയോഗിക്കും. ക്ലോറോക്വിൻ ഒക്കെ ആന്റി മലേറിയൽ ഡ്രഗ് ആണ്. നമ്മൾ ആന്റി മലേറിയക്ക് കൊടുക്കുന്ന എല്ലാവർക്കറിയാം, ഡ്രഗ്സ് ഒക്കെ എല്ലാവർക്കറിയാം, പ്രൊഫൈലാക്സ് ആയിട്ട് നമുക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഡ്രഗ് ആണ് ക്ലോറോക്വിൻ എന്ന് പറഞ്ഞാൽ. സോ ഇതാണ് സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് പറയുന്നത്. സോ ഞാൻ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് ഓടിച്ച് പറഞ്ഞുതരാം കേട്ടോ, പെട്ടെന്ന് പറഞ്ഞുതരാം. സോ നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ച ഡ്രഗ് ആക്ഷൻ, സ്റ്റിമുലൻഷൻ പഠിച്ചു, ഡിപ്രഷൻ പഠിച്ചു, ഇറിറ്റേഷൻ പഠിച്ചു, റിപ്ലേസ്മെന്റ് പഠിച്ചു, സൈറ്റോടോക്സിക് പറഞ്ഞു. സോ റിപ്ലേസ്മെന്റ് നമുക്ക് ആദ്യമേ ഇവിടെ നിന്ന് പറയാം അല്ലേ. അത് നമ്മുടെ നാച്ചുറൽ മെറ്റബോളൈറ്റ്സിനെ നാച്ചുറൽ മെറ്റബോളൈറ്റ്സോ ഹോർമോൺസോ ഒക്കെയാണ് റിപ്ലേസ് ചെയ്യുക. സോ അയൺ ഇൻ അനീമിയ അല്ലെ, അയൺ ഇൻ അനീമിയ പറഞ്ഞു അല്ലെ. സോ അത് പറഞ്ഞു. ഇൻസുലിൻ ഇൻ ഡയബറ്റിസ് മെൽറ്റസ് പറഞ്ഞു അല്ലെ. സോ ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾ വരിക. സോ സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് പറഞ്ഞാൽ സെലക്റ്റീവായിട്ട് എങ്ങനെയാണ്? സെലക്റ്റീവായിട്ട് എന്താ ചെയ്യുക? ഇൻവേഡിങ് പാരസൈറ്റ്സിനെയോ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് ആയിട്ടുള്ള സെല്ലിനെ കയറി അഫക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ കൊല്ലുകയോ ആണ് ഇവിടെ ചെയ്യുക. സോ ഇനി സ്റ്റിമുലേഷനും ഡിപ്രഷനും പറയുവാണെങ്കിൽ ഇത് രണ്ടും എന്താണ്? സെലക്റ്റീവ് ആണ് അല്ലേ. സോ
സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഡോസ് ഡിപ്പെൻഡന്റ് ആണ് ആരുമായിട്ട്? ഡിപ്രഷനുമായിട്ട്. ഇനി ഡിപ്രഷൻ ആണെങ്കിലോ സെലക്റ്റീവ് തന്നെയാണ്. ഇവിടെ എന്താ ചെയ്യുക? ഡിപ്രസിങ് ആണ് ചെയ്യുക. എങ്ങനെ? സ്പെഷ്യലൈസ്ഡ് സെല്ലിനെ. ഇനി ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാലോ എന്തായിരുന്നു? നോസിയസ് എഫക്റ്റ് ആണ് അല്ലേ? നോസിയസ് എഫക്റ്റ്. അല്ലെങ്കിൽ ഇത് നോർമലി നോസിയസ് എഫക്റ്റ് വന്നു കഴിഞ്ഞാൽ എന്താ? ഒരു ഫംഗ്ഷനെ ഇമ്പയർ ചെയ്യുകയോ, ഫംഗ്ഷനെ ഇമ്പയറിംഗ് ഇൻ ദ സെൻസ് വെച്ചാൽ അതിന്റെ മാറ്റങ്ങൾ വരുത്തുകയോ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷനെ ഫുള്ളി ലോസ് ആക്കുകയോ ചെയ്യും. സോ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ? സോ ഇത്രയുമാണ് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ലോ എന്താണ്, എങ്ങനെയൊക്കെയാണ് ഡ്രഗ് ആക്ഷൻസുകൾ, ഈ ഡ്രഗ് എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഫുള്ളി പഠിച്ചു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ആക്ഷൻസ് മെക്കാനിസം ആണ്. ഇനി എങ്ങനെയൊക്കെയാണ് മെക്കാനിസം എന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വൺ ഈസ് എൻസൈംസ്. സോ എൻസൈം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, എൻസൈം എന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ഡൈജസ്റ്റ് സിസ്റ്റത്തിന് ഫസ്റ്റ് സ്റ്റാർട്ടിങ് എൻസൈം ആരാണ്? സലൈവറി അമലേസ്. നമ്മുടെ വായ്ക്കകത്ത് സലൈവറി അമലേസ് ഉണ്ട്. സലൈവറി അമലേസ് എന്നാണ് ഡൈജഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ എൻസൈമിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. എന്താണ്? ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും, എന്താണ് ഈ കാറ്റലിസ്റ്റ്, എന്താ സംഭവം മനസ്സിലായില്ല അല്ലെ? സോ അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എയും ബിയും എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കുക, എയും ബിയും എന്ന് പറയുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. സോ എനിക്ക് ഇതിൽ നിന്ന് എ ബി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടുക. എടാ ശ്രദ്ധിക്ക്, അതായത് എയും ബിയും എന്ന് പറയുന്ന രണ്ട് പ്രൊഡക്റ്റ് അതുമായിട്ട് റിയാക്ട് ചെയ്യുമ്പം എ ബി എന്നാണ് കിട്ടുക. ഇതൊക്കെ കൊച്ചു മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് കേട്ടോ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുക? ഇപ്പൊ ഇത് നമുക്ക് കിട്ടുന്നത് 30 മിനിറ്റ് കൊണ്ടാണ് നമുക്ക് ഈ സാധനങ്ങൾ നമുക്ക് കിട്ടുക. ഓക്കെ അല്ലേ? സോ എന്നാല് ഈ എ പ്ലസ് ബി എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ സിയും കൂടെ ചേർത്തപ്പോൾ എനിക്ക് 10 സെക്കൻഡ് കൊണ്ട് കിട്ടി, എയും ബിയും കിട്ടി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയ ബയോളജിക്കൽ മീൻസ് കാറ്റലിസ്റ്റ് എന്ന് പറയാം. പക്ഷെ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ച മക്കളെ, അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ സി എന്ത് ചെയ്തില്ല? ഇവിടെ വന്നിട്ടില്ല. കണ്ടോ? എയും അത് സി ഇതുമായിട്ട് ഒരു ബന്ധമേ കാണിച്ചിട്ടില്ല. സി ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇവിടെ നടക്കുന്ന റിയാക്ഷനെ ഒരു കാരണവശാലും എന്ത് ചെയ്യില്ല മക്കളെ? അതായത് കയറി അഫക്റ്റ് ചെയ്യില്ല. അവരവരുടെ പണി ചെയ്തോളും. അവരെന്ത് ചെയ്യും? ഈ റിയാക്ഷനെ കൂട്ടുവാണ് ചെയ്യുക. അല്ലെങ്കിൽ അവരുടെ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആയ എൻസൈം ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. സോ എൻസൈംസ് ആർ മാക്രോമോളിക്കുലർ ബയോളജിക്കൽ കാറ്റലിസ്റ്റ്. മാക്രോമോളിക്കുലർ ആണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്. എൻസൈം ആക്സിലറേറ്റ് കെമിക്കൽ റിയാക്ഷൻ. എൻസൈം എന്ത് ചെയ്യുന്നു? കെമിക്കൽ റിയാക്ഷനെ ഫാസ്റ്റ് അപ്പൻ ചെയ്യുന്നു അല്ലെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുന്നു. ഈ സെയിം കാര്യമല്ലേ ഞാൻ ഇവിടെ പറഞ്ഞത്? അല്ലേ? ഇവിടെ ഞാൻ അതേ കാര്യമാണ് പറഞ്ഞത്, ഒരു വ്യത്യാസവും ഇല്ല അല്ലേ? സോ ദ മോളിക്യൂൾസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോസസ് ഓഫ് ദ പ്രോസസ് are called substrate and the enzyme convert them into different molecules called product. So ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. ഒന്ന് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നുണ്ട്, ഒന്ന് പ്രൊഡക്റ്റ് എന്ന് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓൾ മെറ്റാബോളിക് പ്രോസസ് ഇൻ ദ സെൽ നീഡ് എൻസൈം. എല്ലാ റിയാക്ഷനുകൾക്കും അല്ലെങ്കിൽ എല്ലാ മെറ്റബോളിക് പ്രോസസ്സിനും നമുക്ക് എൻസൈം ആവശ്യമുണ്ട്. ഈ ഒരു പോയിന്റ് മാത്രം ഇപ്പൊ പഠിക്കുക കേട്ടോ. ഓൾമോസ്റ്റ് ഓൾ മെറ്റാബോളിക് പ്രോസസ് ഇൻ ദ സെൽ നീഡ് എൻസൈം. നമ്മളെ ബോഡിയുള്ള എല്ലാ മെറ്റബോളിക് റിയാക്ഷൻസുകൾക്കും എൻസൈം വേണം. ഇത്രയും നിങ്ങൾ പഠിച്ചോ. ഇനി നമുക്ക് നോക്കേണ്ട ഈ പോയിന്റ് ആണ്. ദ മോളിക്യൂൾ at the beginning of the process are called substrate. അതായത് ഇവിടെ നോക്കിക്കേ, ഇതാണ്ടോ ഇവിടെ ഇത് കണ്ടോ, ഈ എൻസൈം ഇവിടെ സബ്സ്ട്രേറ്റ്, ഇത് എൻസൈം. സോ ദ മോളിക്യൂൾ അറ്റ് ദ ബിഗിനിങ്, മോളിക്യൂൾ ഉണ്ട് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പ്രോസസ്, ഒരു പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ് വരുന്ന ആ മോളിക്യൂളിനെയാണ് നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുക. And the enzyme convert into different molecule called product. So ഇതാണ് എൻസൈം. പ്രൊഡക്റ്റുമായിട്ട് ബൈൻഡ് ചെയ്തു ഡിഫറെന്റ് മോളിക്യൂൾ ഉണ്ടായി. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക?
പ്രൊഡക്റ്റ് എന്ന് പറയാം. മക്കളെ ശ്രദ്ധിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കുക. അതായത് ഒരു റിയാക്ഷൻ തുടങ്ങാൻ പോവാണ്, ഇതിനെ നമ്മൾ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നു. സോ ഈ പ്രൊഡക്റ്റിനെ, ഈ സബ്സ്ട്രേറ്റിനെ എൻസൈം വന്ന് അറ്റാച്ച് ചെയ്ത് ഒരു പുതിയൊരു സാധനമായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊഡക്റ്റ് എന്ന് പറയാ. ശ്രദ്ധിക്കുക, ഇപ്പോഴേ പഠിച്ചോളാം, സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് തിരിഞ്ഞു പോകരുത്. സോ ഇവിടെ നോക്കിയേ, ഇവിടെ സബ്സ്ട്രേറ്റ് ഉണ്ട്, ഇവിടെ ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, എൻസൈം ഇരിപ്പുണ്ട് കേട്ടോ. രണ്ടും ബോണ്ട് ഇൻ സബ്സ്ട്രേറ്റ് ആർ വീക്കൻഡ്. അതായത് ഇത് രണ്ടും വന്ന് ഒട്ടിയിരിക്കുന്നു, അതിനുശേഷം ചെറുതായിട്ട് വീക്കൻ ആയതിനു ശേഷം ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു, പ്രൊഡക്റ്റ് വന്ന് റിലീസ് ചെയ്യുകയാണ് ചെയ്യുക, പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്താ എൻസൈം എന്നുള്ളത് മനസ്സിലാക്കുക. സോ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ, എൻസൈം ഒരു ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണ്, കെമിക്കൽ റിയാക്ഷൻ ആക്സലറേറ്റ് ചെയ്യും, എല്ലാ മെറ്റബോളിക് പ്രോസസ്സുകൾക്കും എൻസൈം ആവശ്യമാണ്. ഈ 3 പോയിന്റുകളാണ് ഇവിടെ നോക്കേണ്ടത്. ഈ പോയിന്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പോയിന്റുകളാണ് കേട്ടോ. സോ നെക്സ്റ്റ് ഇസ് അയോൺ ചാനൽസ് ആണ്. എന്താണ് അയോൺ ചാനൽസ്? പ്രോട്ടീൻ വിച്ച് ആക്ട് as ion selective channel participate in transmembrane signaling and regulate intracellular ion composition. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എങ്ങനെയാണ്, നമ്മളിപ്പോൾ ട്രാഫിക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്, അപ്പോൾ നമുക്ക് സിഗ്നലിംഗ് കിട്ടും, എവിടെ നിർത്തണം, എവിടെ കൂടെ പോകണം, ഏത് രീതി പോകണം. ഇപ്പൊ വലത്തോട്ട് കാണിക്കുമ്പോൾ വലത്തോട്ട് പോകാം, അത് റെഗുലേറ്റിംഗ് ആണ്, സിഗ്നലിംഗ് തരുന്നു, റെഗുലേറ്റിംഗ് തരുന്നു. ഈ ഒരു പരിപാടിയാണ് അയൺ ചാനൽസും ചെയ്യുന്നത്. ഇനി നോക്കിയാലോ, പ്രോട്ടീൻ വിച്ച് ആക്ട് as ion selective channels. അത് പ്രോട്ടീനുകളാണ് എന്ത് ചെയ്യുക, അയൺ സെലക്റ്റീവ് ചാനൽസുകളായിട്ട് ആക്ട് ചെയ്യുക. ആൻഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രാൻസ്മെംബ്രെയിൻ സിഗ്നലിംഗ്. ട്രാൻസ്മെംബ്രെയിൻ സിഗ്നലിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നു, ഇവിടെ പങ്കെടുക്കുന്നു. ആൻഡ് റെഗുലേറ്റിംഗ് ഇൻട്രാസെല്ലുലാർ അയോണിക് കമ്പോസിഷൻ. അതായത് നമ്മുടെ സെല്ലിനകത്തുള്ള അയോണിക് കമ്പോസിഷൻസിന്റെ ഒക്കെ റെഗുലേഷനും എന്ത് ചെയ്യാറുണ്ട്, പ്രോട്ടീൻസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെക്കുക, ഈ ട്രാഫിക്കിന്റെ കാര്യം ആലോചിക്കുക, സിഗ്നൽ കാണിക്കുന്നു, അതനുസരിച്ച് റെഗുലേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. സോ ഇനി എന്തിനത് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. സെർട്ടൈൻ ഡ്രഗ് മോഡുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ചാനൽസ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ നമുക്കറിയാം, ഇപ്പൊ നമ്മളെ ബോഡിക്കകത്ത് ഒരുപാട് എന്താണ് കാൽഷ്യം അയോൺസ് ഉണ്ട്, പൊട്ടാഷ്യം അയോൺസ് ഉണ്ട്. സോ നമുക്കറിയാം, ഇപ്പൊ എനിക്കിന്നെ മസിൽ പിടിക്കുമ്പോൾ എൻ്റെ എന്താണ് ഇവിടെയുള്ള അയോൺസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും നമ്മൾ ഓൾറെഡി ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പിന്നെ പാസീവ് ട്രാൻസ്പോർട്ട്, ഫെസിലിറ്റേറ്റഡ് സ്പെഷ്യൽ ടൈപ്പ് ഒക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. അവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഗ്ലൂക്കോസ് ഒക്കെ ട്രാൻസ്പോർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അതേ പരിപാടി തന്നെയാണ് ഇവിടെ. സോ എളുപ്പമായില്ലേ. സോ സെർട്ടൈൻ ഡ്രഗ് മോഡുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് ദ ചാനൽസ്. എന്താ, നമുക്കിവിടെ ചാനൽ ഉണ്ടാവേ, ഇവിടെ ഇങ്ങനെ 2 ചാനലുകൾ ഉണ്ടായിരിക്കും. സോ ഈ ചാനലിലെ കൂടെ എന്ത് ചെയ്യുന്നു, ഡ്രഗ് മോളിക്യൂൾസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വേണ്ടിയുള്ള ഓപ്പണിങ്ങിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് അയോൺ ചാനൽസുകളാണ്. അതിന് ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. നോക്കോ, അമിയോഡെറോൺ ബ്ലോക്ക് മയോകാർഡിയൽ ഡിലേഡ് റെക്ടിഫയർ പൊട്ടാഷ്യം ചാനൽ ബ്ലോക്ക്. സോ അമിലോഡെറോൺ ആണ്. സോ നിങ്ങൾക്ക് ഈ ഡ്രഗ് പഠിക്കാനില്ല. സോ അമിലോഡെറോൺ എന്തെയ്യുന്നു, പൊട്ടാഷ്യം ചാനലിന് ഡിലേ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് നിക്കോറാൻഡിൽ ഓപ്പൺ ATP സെൻസിറ്റീവ് പൊട്ടാഷ്യം ചാനൽ. നിക്കോറാൻഡിൽ എന്ന് പറഞ്ഞൊരു ഡ്രഗ് കൊടുത്തു കഴിയുമ്പം എന്ത് ചെയ്യുന്നു, APT സെൻസിറ്റീവ് ആയിട്ടുള്ള പൊട്ടാഷ്യം ചാനൽ ഓപ്പൺ ചെയ്യുന്നു. സോ നിഫിഡിപ്പിൻ കൊടുത്തു കഴിയുമ്പം ബ്ലോക്ക് ചെയ്യുന്നു, L ടൈപ്പ് ഓഫ് കാൽഷ്യം ചാനൽ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് പഠിച്ചോണേ, നിഫിഡിപ്പിൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നിഫിഡിപ്പിൻ എന്ത് ചെയ്യുന്നു, L ടൈപ്പ് കാൽഷ്യം ചാനലിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത്. ആൻഡ് അമിലോറൈഡ്, ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അമിലോറൈഡ് ഇൻഹിബിറ്റ് റീനൽ എപ്പിത്തീലിയൽ Na+ ചാനൽ. അമിലോറൈഡ് എന്താ ചെയ്യുന്നത്, ഇവിടെ റീനൽ എപ്പിത്തീലിയം സോഡിയം ചാനൽ എന്ത് ചെയ്യുന്നു, ഇൻഹിബിറ്റ് ചെയ്യുന്നു. ഇൻഹിബിറ്റ് ഇൻ ദ സെൻസ് ബ്ലോക്ക് ചെയ്യുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ, ബ്ലോക്ക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഈ അമിലോറൈഡ് എന്താണ്, അല്ലെങ്കിൽ നിഫിഡിപ്പിൻ എന്തൊക്കെയാണ്, നമ്മൾ ആ സമയത്ത് ആ ഡ്രഗുകൾ പഠിക്കാം. ഇല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കി വെക്കുക, അയോൺ ചാനൽസ് എന്ന് വെച്ചാൽ ഇവിടെ പ്രോട്ടീൻ ഉണ്ട് കേട്ടോ, പ്രോട്ടീൻ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു, ആക്ട് as അയോൺ സെലക്റ്റീവ് ചാനൽ. അതൊരു അയോൺ സെലക്റ്റീവ് ചാനലായിട്ട് ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ട്രാൻസ് മെമ്പറൈൻ സിഗ്നലിങ്ങിനും റെഗുലേറ്റ് ഇൻട്രാസെല്ലുലാർ അയോണിക് കമ്പോസിഷനും ചെയ്യുന്നത് അയോൺ ചാനൽസ് ആണ്. ഈ ഒരു സാധനം കാണാതെ പഠിച്ചേ പറ്റൂ, വേറെ ഒരു വഴിയുമില്ല. കാര്യം മനസ്സിലായോ, അത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ്. അതായത് മോഡുലേറ്റ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ്, ഇതാണ് അവരുടെ പരിപാടി. ഓപ്പണിംഗ് ക്ലോസിംഗും ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, പ്രോട്ടീൻ വിച്ച് ആക്ട് ഓൺ സെലക്റ്റീവ് ചാനൽ പാർട്ടിസിപ്പേറ്റ് ഇൻ ട്രാൻസ് മെമ്പറൈൻ സിഗ്നലിംഗ് ആൻഡ് റെഗുലേറ്റ് ഇൻട്രാസെല്ലുലാർ അയോണിക് കമ്പോസിഷൻ. സോ ഇത് കാണാതെ പഠിക്കുക. ബേസിക് പ്രിൻസിപ്പിൾ ക്ലോസിംഗ് ഓപ്പണിംഗ് ആണ്, അത് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ.
സോ നെക്സ്റ്റ് ഇസ് ട്രാൻസ്പോർട്ടേഴ്സ് ആണ്. എന്തോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. Substrate are translocated across membrane which facilitate diffusion in direct of the concentration gradient or pump the metabolite against the concentration gradient using metabolic energy. അതായത് നമ്മൾ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പാസീവ് ട്രാൻസ്പോർട്ട് പഠിച്ചില്ലേ, അതേ സെയിം സാധനം. കോൺസെൻട്രേഷൻ ഗ്രേഡിയന്റ് പ്രകാരം എന്താ കുറഞ്ഞ കോൺസെൻട്രേഷൻ നിന്ന് കൂടിയ കോൺസെൻട്രേഷനിലേക്ക് സബ്സ്ട്രേറ്റിനെ കൊണ്ടുപോകുന്നു. സബ്സ്ട്രേറ്റ് ഇപ്പൊ എന്താ നമുക്കറിയാം അല്ലെ. സോ കൊണ്ടുപോകുന്നു മെറ്റാബോളിക് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ്. സോ ഇതാണ് ട്രാൻസ്പോർട്ടേഴ്സ്. എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സബ്സ്ട്രേറ്റ് മക്കൾ എന്താണ്? സബ്സ്ട്രേറ്റ്സ് ആർ ട്രാൻസ്ലോക്കേറ്റ് അക്രോസ് ദ മെംബ്രെയിൻ. നമുക്ക് മെംബ്രെയിൻ ഉണ്ട്, മെംബ്രെയിനിലൂടെ സബ്സ്ട്രേറ്റിനെ കൊണ്ടുപോകുന്നു. എങ്ങനെയാണ്? വിച്ച് ഫെസിലിറ്റേറ്റ് ഡിഫ്യൂഷൻ. ഡിഫ്യൂഷൻ ആണ് നടക്കുക. ഡിഫ്യൂഷൻ ആണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ by using metabolic energy. എന്താണ്? മെറ്റാബോളിക് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ തിരിച്ചും വരാം അക്കോർഡിംഗ് ടു ദ തിരിച്ചും ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷനിലേക്ക് വരാം. സോ ഇതാണ് ട്രാൻസ്പോർട്ട്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് കൂടുതൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് കാരിയർ ആണ് കേട്ടോ. കാരിയർ കണ്ടോ, ഇവിടെ ചാനൽ പ്രോട്ടീൻസ് ഉണ്ടോ, പാസീവ് ട്രാൻസ്പോർട്ട് നടക്കുന്നു. സോ ഇവിടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എനർജി വേണം. ഇവിടെ നിങ്ങൾക്ക് പീനോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് ഒക്കെ ഓർമ്മയുണ്ടെന്ന് പ്രതീക്ഷിക്കും. ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി നമ്മൾ പഠിച്ച കാര്യമാണ്. സോ എടുത്ത് ഞാൻ പറയുന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് റിസപ്റ്റേഴ്സ്. ഏകദേശം നമ്മൾ ഈ ഒരു ക്ലാസ്സിന്റെ അവസാനം എത്തിയിട്ടുണ്ട്. സോ റിസപ്റ്റേഴ്സ്, ജനറലി ദ ടേം റിസപ്റ്റേഴ്സ് ഇൻഡിക്കേറ്റ് എ റെക്കഗ്നീഷൻ മോളിക്യൂൾ ഫോർ എ കെമിക്കൽ മീഡിയേറ്റർ. സോ ബേസിക് ആയിട്ട് ഒരു കെമിക്കൽ മീഡിയേറ്റർ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പോ കേന്ദ്രീയ വിദ്യാലയ സ്കൂളിൽ പാസ് ഉള്ളവർക്ക് മാത്രമേ അകത്ത് കടക്കാൻ സാധിക്കുകയുള്ളൂ അല്ലേ. അല്ലാത്തവരെ അവൾ കടത്തിവിടത്തില്ല. അതേ കൺസെപ്റ്റ് ആണ് റിസപ്റ്റേഴ്സിനുള്ളത്. സോ റിസപ്റ്റേഴ്സ് ഇൻ സം ടൈം യൂസ് ടു ഡിനോട്ട് എനി ടാർഗറ്റ് മോളിക്യൂൾ വിത്ത് വിച്ച് എ ഡ്രഗ് മോളിക്യൂൾ ഹാസ് ടു കമ്പൈൻ ഇൻ ഓർഡർ ടു എലിക്റ്റ് സ്പെസിഫിക് എഫക്ട്. സോ റിസപ്റ്റർ എന്താ ചെയ്യാന്ന് വെച്ചാൽ റിസപ്റ്ററും ഡ്രഗ് മോളിക്യൂളും കൂടെ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു സ്പെസിഫിക് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കേന്ദ്ര വിദ്യാലയത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കാന്ന് വെച്ചോ. സോ നിങ്ങൾക്ക് അവരെ വിളിച്ചുകൊണ്ട് പോകണം. സോ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ പോകുന്നു, പാസ് കാണിക്കുന്നു, കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു, കുഞ്ഞിനെ കൊണ്ടുപോകുന്നു. സോ നിങ്ങൾ റിസപ്റ്റർ കുഞ്ഞ് ഡ്രഗ് വിളിച്ചുകൊണ്ട് പോകുന്നു, എന്നിട്ട് വീട്ടിലാക്കുന്നു. സോ ഇതാണ് പരിപാടി. ഇത്രയേ ഉള്ളൂ. So in more general context, the term receptor is used to describe various cell surface molecules involved in cell-to-cell interaction that are important in immunology, cell growth, migration and differentiation. ഇനി എടുത്തു പറയുകയാണെങ്കിൽ റിസപ്റ്റേഴ്സ് എവിടെയൊക്കെ നമ്മൾ സഹായിക്കണം എന്ന് പറഞ്ഞിരട്ടെ. ഒന്ന് ഇമ്മ്യൂണോളജിയിൽ നമ്മളെ സഹായിക്കാറുണ്ട്. സെൽ ഗ്രോത്ത്, സെല്ല് വളരാൻ വേണ്ടി. മൈഗ്രേഷൻ, ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി. ഡിഫറൻസിയേഷൻ, നമുക്ക് ഇപ്പൊ ഡിഫറൻസിയേഷൻ എന്ന് ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ പറയും പ്രോലിഫറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. അതായത് ഇപ്പൊ എക്സാമ്പിൾ എങ്ങനെയാണ്? ഇപ്പൊ എന്റെ ഈ വിരൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്റെ വിരല് എന്റെ കാലുമായിട്ട് ഡിഫറെന്റ് ആണ്. ഇതെന്താണ്? ഇതിനെ നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയും അല്ലെ. സോ ഇതാണ് ഡിഫറൻസിയേഷൻ. സോ ബേസിക് ആയിട്ട് റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ മോളിക്യൂൾ ഫോർ എ കെമിക്കൽ മീഡിയേറ്റർ. റെക്കഗ്നിഷൻ മോളിക്യൂൾ ജനറലി എന്താണ്? റിസപ്റ്റർ റെക്കഗ്നിഷൻ മോളിക്യൂൾ. അതായത് നിങ്ങളെ പാരന്റ്സ് ആണ്, ആരുടെ? കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരന്റ്സ്. റെക്കഗ്നിഷൻ മോളിക്യൂൾ ഫോർ എ കെമിക്കൽ മീഡിയേറ്റർ. ഒരു കെമിക്കൽ മീഡിയേറ്ററിന്റെ എന്താണ്? റെക്കഗ്നിഷൻ മോളിക്യൂൾ ആണ്. റിസപ്റ്റേഴ്സ് എന്താ ചെയ്യുന്നു? ടാർഗറ്റഡ് മോളിക്യൂളുമായിട്ട് അല്ലെങ്കിൽ ഇൻ വിച്ച് എ ഡ്രഗ് മോളിക്യൂൾ ഹാസ് ടു കമ്പൈൻ. അതായത് ഡ്രഗ് മോളിക്യൂൾ നിങ്ങളുടെ കുഞ്ഞുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വിളിച്ചുകൊണ്ട് പോകണം. സോ നിങ്ങൾ ആരാണ്? നിങ്ങൾ വരുന്നത് റെക്കഗ്നൈസിങ് മോളിക്യൂൾ ആണ്. നിങ്ങൾ പ്ലസ് ഡ്രഗ് കുഞ്ഞാണ് അല്ലെ. സോ വിളിച്ചുകൊണ്ട് പോകുന്നു ഫോർ എ സ്പെസിഫിക് എഫക്ട്, വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ഒരു പരിപാടിയാണ് റിസപ്റ്റേഴ്സ് ചെയ്യുന്നത്. സോ ബേസിക് ആയിട്ട് ഇമ്മ്യൂണോളജി, സെൽ ഗ്രോത്ത്, മൈഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. പ്രോട്ടീൻ റെഗുലേറ്ററി മാക്രോമോളിക്യൂൾസ് ഓർ ദി സൈറ്റ് ഓൺ ദീസ് ഹൂസ് ഫംഗ്ഷൻ ഈസ് റെക്കഗ്നൈസ് ദ ഡ്രഗ് ആൻഡ് റെസ്പോൺസ് ടു എൻഡോജീനസ് കെമിക്കൽ സിഗ്നൽസ്. ഇവിടെ എങ്ങനെയാ ചെയ്യുക? പ്രോട്ടീൻ റെഗുലേറ്ററി മാക്രോമോളിക്യൂൾസുകളുണ്ട്. അതായത് പ്രോട്ടീൻസ് മാക്രോമോളിക്യൂൾസിനെ റെഗുലേറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസുകളുണ്ട്. ഓർ ദ സൈറ്റ് ഓൺ ദം ഹൂസ് ഫംഗ്ഷൻ ഈസ് റെക്കഗ്നൈസ് ദ ഡ്രഗ്. അതായത് എന്ത് ഫംഗ്ഷൻ ആണോ ഏത് ഡ്രഗ് തരേണ്ടത് എന്നുള്ളതിനെ പറ്റി മനസ്സിലാക്കി വെക്കും.
and respond to endogenous chemical signal. എന്നിട്ട് എന്താ ചെയ്യുക? അത് endogenous chemical signal അനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ബേസിക് ആയിട്ട് ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ചാൽ protein regulatory macromolecules or the site on them whose function is to recognize the drug. അതായത് ഇപ്പൊ നമ്മൾ ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അത് എവിടെ പോയി ഇരിക്കണം എന്നുള്ളതും അത് എന്ത് ആക്ഷൻ തരണം എന്നുള്ളതും എന്താണ് അതിനെ നമുക്ക് അങ്ങനെ ഒരു ആക്ഷൻ എന്തുണ്ട് റിസപ്റ്റേഴ്സിനുണ്ട്. അതായത് ഇപ്പൊ നമ്മൾ ഡ്രഗ് മോളിക്യൂൾ കൊടുക്കുന്നു, റിസപ്റ്റർ കൊടുക്കുന്നു, സോ ഡ്രഗ് മോളിക്യൂളും റിസപ്റ്ററും കൂടെ അറ്റാച്ച് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു നമുക്ക് എഫക്ട് തരുന്നു ഈ പരിപാടി. ഓക്കെ അല്ലേ? സോ itself has no other function. അതായത് ഈ റിസപ്റ്ററിന് മാത്രം ചുമ്മാ ഡ്രഗ് മോളിക്യൂൾ ഇല്ല, റിസപ്റ്റർ മാത്രമേ ഉള്ളൂ എങ്കിലും എന്താണ് ഇതിന് വലിയ ആക്ഷൻ ഒന്നും ഇല്ല. അതായത് വെറുതെ എന്താണ് റിസപ്റ്റർ മാത്രം വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താണ് ഇതിന് ഒരു എഫക്റ്റും ഇല്ല. റിസപ്റ്റർ മാത്രമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്തില്ല ഒരു എഫക്റ്റും കാണില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് റിസപ്റ്ററിന്റെ കൂടെ എന്ത് വേണം? ഡ്രഗും കൂടെ വേണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ നമുക്ക് ഈ പറയുന്ന എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ അല്ലേ? So other macromolecule with which drug interact to produce their effect are known as drug target. അതായത് other macromolecule with which drug interact to produce their effect are known as drug target. അതായത് നമ്മുടെ കയ്യിൽ ഡ്രഗ് ഉണ്ട്, ഡ്രഗിന്റെ കൂടെ എന്തുണ്ട്? മാക്രോമോളിക്യൂൾസ് വന്ന് സ്പെസിഫിക് ആയിട്ട് ഈ മാക്രോമോളിക്യൂൾസ് വന്ന് സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയുന്നു? ഡ്രഗ് ടാർഗറ്റ് എന്ന് പറയുന്നു. ഇനി നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വണ്ടിക്കാരനാണ് വിളിച്ചുകൊണ്ട് പോകുന്നതെങ്കിൽ അത് ടാർഗറ്റ് അല്ല. അതായത് സ്പെസിഫിക് മാക്രോമോളിക്യൂൾസ് ഡ്രഗ് മോളിക്യൂളിനെ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയും? ഡ്രഗ് ടാർഗറ്റ് എന്ന് പറയും. സോ ഈ ഒരു ഡെഫിനിഷൻ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഈ ഒരു പേജിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഇത്. എന്താ ഡ്രഗ് ടാർഗറ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ ബാക്കിയൊന്നും ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. സോ മനസ്സിലാക്കാനുള്ള പോയിന്റുകളേ ഉള്ളൂ. നമുക്കിനി ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ വാട്ട് ഈസ് ഫാർമക്കോഡൈനാമിക്സ്? എന്താണ്? സ്റ്റഡി ഓഫ് ഡ്രഗ് എഫക്ട് ഓൺ ദ ബോഡി. സോ നമ്മൾ എളുപ്പ സിംപ്ലിഫൈ ചെയ്ത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹൗ ഈസ് ഫാർമക്കോഡൈനാമിക് ഓഫൺ സമ്മറൈസ്ഡ്? എങ്ങനെയാണ് ഫാർമക്കോഡൈനാമിക്സിനെ പറയുക? സ്റ്റഡി ഓഫ് വാട്ട് എ ഡ്രഗ് ഡസ് ടു ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ഡ്രഗ് എന്ത് ചെയ്തു, എന്താ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി അല്ലേ? സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബേസിക് ടൈപ്പ് ഓഫ് ഡ്രഗ് ആക്ഷൻ? ഡ്രഗ് ആക്ഷൻ ഇതിലല്ലാത്തത് സ്റ്റിമുലേഷൻ, റിപ്ലേസ്മെന്റ്, സൈറ്റോടോക്സിക്. ഇവിടെ എന്താണ്? സെഡേഷൻ അല്ല, ഇവിടെ പകരം എന്താ വരേണ്ടത്? ഇറിറ്റേഷൻ ആണ് അല്ലേ വരേണ്ടത്? ഇറിറ്റേഷൻ. കണ്ടോ? ഉത്തരം നമുക്ക് പെട്ടെന്ന് കിട്ടും, ചെയ്ത് വരെ കിട്ടും. സോ what does stimulation in pharmacodynamic refers? Stimulations എന്താണ്? ഓവറോൾ ഡിക്രീസ് ഇൻ സെല്ലുലർ ആക്ടിവിറ്റി. ഡിക്രീസ് ആണോ? അല്ല, തെറ്റ്. എൻഹാൻസ്മെന്റ് ഓഫ് ദ ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ് സെൽ അല്ലെ? എൻഹാൻസ്മെന്റ് കൂട്ടുന്നു അല്ലെ? എൻഹാൻസ് ചെയ്യുകയാണ് ചെയ്യുക. അടുത്ത് നമുക്ക് നോക്കിയാലോ? റിപ്ലേസ്മെന്റ് ഓഫ് ഡെഫിഷ്യന്റ് സെൽ അല്ല. റിപ്ലേസ്മെന്റ് എന്താണ്? ഡെഫിഷ്യന്റ് സെല്ലിനെ റിപ്ലേസ് ചെയ്യുന്നു. അതായത് എക്സാമ്പിൾ അനീമിയയ്ക്ക് നമ്മൾ അയൺ ഗുളിക കൊടുക്കുന്നു, അതെന്താണ്? റിപ്ലേസ്മെന്റ് ആണ് അല്ലേ? സോ നെക്സ്റ്റ് ഈസ് ഇൻഹിബിഷൻ ഓഫ് ദ സെല്ലുലർ ഫംഗ്ഷൻ. സെല്ലുലർ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ല. ഉത്തരം എന്താണ്? എൻഹാൻസ്മെന്റ് ഓഫ് ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ് സെൽ. സോ ഗിവ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡ്രഗ് ദാറ്റ് സ്റ്റിമുലേറ്റ് സലൈവറി ഗ്ലാൻഡ്. സലൈവറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഡ്രഗ് ഏതാണ്? നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പഠിച്ചു. എന്താണ്? പൈലോകാർപ്പിൻ. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എക്സാമ്പിൾ പഠിക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം പഠിച്ചാൽ മതി, ഇല്ലെങ്കിൽ വിട്ടേക്കൂ കേട്ടോ. വാട്ട് ക്യാൻ എക്സസീവ് സ്റ്റിമുലേഷൻ ഓഫൺ ബി ഫോളോഡ് ബൈ? എക്സസീവ് സ്റ്റിമുലേഷൻ എന്തെല്ലാം ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ എക്സസീവ് സ്റ്റിമുലേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു എന്താണ് എക്സസീവ് സ്റ്റിമുലേഷൻ ആയി കഴിഞ്ഞാൽ ഡിപ്രഷൻ നടക്കും അല്ലെ? ഇൻക്രീസ് ഇൻ ഫംഗ്ഷൻ ആണോ? തെറ്റ്. ഡിപ്രസ് ഓഫ് ദ ഫംഗ്ഷൻ. ഫംഗ്ഷനെ ഡിപ്രസ് ചെയ്യുന്നു അല്ലെ? അതായത് നമ്മൾ സ്റ്റിമുലന്റുകൾ കൂട്ടിക്കഴിഞ്ഞാൽ ഡിപ്രഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഡിപ്രഷൻ ഇൻ ഫാർമക്കോഡൈനാമിക് മീൻ. ഡിപ്രഷൻ വെച്ചാൽ എന്താണ്? ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ് സെൽ അല്ലെ? നമ്മുടെ ആ ഡെഫിനിഷൻ അതുപോലെ എടുത്തിട്ടുണ്ട്. എന്താണ്? ഡിക്രീസ് ഇൻ ആക്ടിവിറ്റി ഓഫ് സ്പെഷ്യലൈസ് സെൽ. ഗീവ് എൻ എക്സാമ്പിൾ ഓഫ് എ ഡ്രഗ് ദാറ്റ് ഡിപ്രസസ് CNS. സോ CNSനെ ഡിപ്രസ് ചെയ്യുന്ന ഡ്രഗ് ഏതെന്നാണ്. സോ ഇതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഉത്തരം എന്താണ്? ബാർബിച്ചറേറ്റ്സ്. പക്ഷെ ഉണ്ടല്ലോ അവിടെ ചോദിച്ചത് ജനറൽ അനസ്തേഷ്യ ആയിട്ടാണ് ചോദിച്ചത്. GA ആയിട്ടാണ് റിലേറ്റഡ് ചോദിച്ചേക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സോ ബാർബിച്ചറേറ്റ്സ്. Which drug stimulate intestinal smooth muscle but depress the SA node in the heart? നമുക്കറിയാം ഉത്തരം. acetylcholine. So what is the term of a non-selective often harmful effect of the less specialized cell? So ഇവിടെ ശ്രദ്ധിക്കുക, non selective ആണ്. സോ സ്റ്റിമുലന്റും അല്ല
ഇത് ഡിപ്രസന്റും അല്ല, അത് നമ്മൾ വിട്ടു അല്ലേ. സോ ഓഫൺ ഹാംഫുൾ എഫക്റ്റ് കൊടുക്കുക. അതെന്താണ്? ഇറിറ്റേഷൻ. എന്താണ്? ഇറിറ്റേഷൻ. സോ സ്റ്റിമുലന്റും ഡിപ്രഷനും അല്ല, റിപ്ലേസ്മെന്റ് എന്താണ്? റിപ്ലേസ് ചെയ്യുന്നു അല്ലെ, റിപ്ലേസ് ചെയ്ത് മാറ്റുക ചെയ്യുക, അതും സെലക്റ്റീവ് ആണ്. സോ ഉത്തരം എന്താണ്? ഇറിറ്റേഷൻ. വാട്ട് ഡസ് റിപ്ലേസ്മെന്റ് ഇൻ ഫാർമക്കോഡൈനാമിക് റെഫേഴ്സ് ടു? എന്താണ് റിപ്ലേസ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ്? നാച്ചുറൽ മെറ്റബോളൈറ്റ്സ് ഡെഫിഷ്യന്റ് സ്റ്റേജിൽ. എക്സാമ്പിൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇൻസുലിൻ പറഞ്ഞല്ലേ, ഇൻസുലിൻ പറഞ്ഞു, അയൺ പറഞ്ഞു അല്ലേ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ തൈറോയ്ഡ് ഇല്ലേ, തൈറോയ്ഡിൽ നമുക്ക് വേണമെങ്കിൽ T3 T4 T3ക്കും T4നും വേണ്ടിയിട്ട് നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ കൊടുക്കുന്നില്ലേ, അത് നമുക്ക് പറയാം, തൈറോയ്ഡ് ഹോർമോൺ പറയാം. So provide an example of a drug used in replacement therapy for the Parkinsonism. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പഠിക്കുക ലീവാഡോപ്പ. കാരണം എനിക്കറിയാം പാർക്കിൻസോണിസം കഴിക്കുന്നവർ ലീവാഡോപ്പ കഴിക്കുന്നത് ഒരു ഡ്രഗ് ഓഫ് ചോയ്സ് ആണ്, അത് എല്ലാവർക്കും അറിയുന്നുള്ള കാര്യമാണ്. പറ്റുവാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഡ്രഗ് പഠിക്കുക കേട്ടോ. So what does cytotoxic action involve in pharmacodynamics? So cytotoxic action എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ പറഞ്ഞു സൈറ്റോടോക്സിക് ആക്ഷൻ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇൻവേർഡിങ് പാരസൈറ്റ്സിനെയോ അല്ലെങ്കിൽ സൈറ്റോടോക്സിക് സെല്ലിനെ എന്ത് ചെയ്യുന്നില്ല, ഹോസ്റ്റ് സെല്ലിനെ ബാധിക്കാതെ നശിപ്പിച്ച് കളയുന്ന പരിപാടിയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സോ ഇവിടെ എന്താണ്? സ്റ്റിമുലേഷൻ ഓഫ് സെല്ലർ ആക്ടിവിറ്റി തെറ്റ്, സെലക്റ്റീവ് ഡിമെൻഷൻ ഓഫ് സെല്ലർ ഫംഗ്ഷൻ തെറ്റ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻവാഡിംഗ് പാരസൈറ്റ് ഓർ ക്യാൻസർ സെൽ അല്ലേ. ഉത്തരം ഡിസ്ട്രക്ഷൻ ഓഫ് ഇൻവാഡിംഗ് സെൽസ് ഓർ ക്യാൻസർ സെൽ. സോ നെയിം എ ഡ്രഗ് ദാറ്റ് എക്സിബിറ്റ് സെലക്റ്റീവ് സൈറ്റോടോക്സിക് ആക്ഷൻ. സോ സൈറ്റോടോക്സിക് ആക്ഷൻ കൊടുക്കുന്ന സെലക്റ്റീവ് ഡ്രഗ് ഏതെന്നാണ്? ഉത്തരം പെൻസിലിനാണ്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കില്ല, ഞാൻ ഗ്യാരണ്ടി പറയാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങൾക്ക് ഒരുപാട് ഡ്രഗുകൾ പറയുമല്ലോ. സോ ബേസിക്കലി നിങ്ങൾ സിലബസിൽ വരുന്ന ഡ്രഗ്സുകൾ മാത്രമേ പറയുള്ളൂ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കേണ്ട. ബട്ട് സ്റ്റിൽ നമ്മൾ എക്സാമ്പിൾ പഠിച്ചുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കാം പെൻസിലിൻ. സോ പെൻസിലിൻ മാത്രമല്ല, നമ്മൾ ആന്റിവൈറൽ ഡ്രഗ് പഠിച്ചു, പിന്നെ നമ്മൾ ക്ലോറോക്വിൻ പഠിച്ചു, ആന്റി മലേറിയൽ ഡ്രഗ് ക്ലോറോക്വിൻ പഠിച്ചു, പിന്നെ അസൈക്ലോവിർ പഠിച്ചു, ആന്റിവൈറൽ ഡ്രഗ് ആണ്. സോ അതുപോലെയൊക്കെ പെൻസിലിൻ ഒക്കെ പഠിച്ചു. സോ വാട്ട് ഡസ് ദ ടേം റിസപ്റ്റർ സ്പെസിഫിക്കലി ഇൻഡിക്കേറ്റ്? എന്താണ് റിസപ്റ്റേഴ്സ് എന്നാണ് ഞാൻ പറഞ്ഞു, അത് തന്നെ പഠിക്കാൻ പറഞ്ഞു. എന്താണ്? എ റെക്കഗ്നിഷൻ മോളിക്യൂൾ ഫോർ എ കെമിക്കൽ മീഡിയേറ്റർ. ഇത് ഡെഫിനിഷൻ തന്നെയാണ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഈ ഒരു സാധനം പഠിക്കുക. ഈ ഒരു സാധനം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. സോ വാട്ട് ഈസ് ദ ജനറൽ ഫംഗ്ഷൻ ഓഫ് എ റിസപ്റ്റർ? റിസപ്റ്ററിന്റെ ജനറൽ ഫംഗ്ഷൻ എന്താണ്? ഡ്രഗ് സിന്തസൈസ് ചെയ്യുക ആണോ? അല്ല. റെക്കഗ്നൈസിങ് ഡ്രഗ് എന്തെന്നു? ഡ്രഗിനെ റെക്കഗ്നൈസ് ചെയ്യും, അതിനുശേഷം ആൻഡ് റെസ്പോണ്ടിങ് ടു എൻഡോജീനസ് സിഗ്നൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എൻഡോജീനസ് സിഗ്നലിന് റെസ്പോൺസ് കൊടുക്കുന്നു അല്ലേ. നമ്മളതല്ലേ പറഞ്ഞത്, അതെന്താണ്? ഡ്രഗ് മോളിക്യൂള് എന്ത് ചെയ്യുന്നു? ഡ്രഗ് മോളിക്യൂളായിട്ട് എന്ത് ചെയ്യുന്നു? റിസപ്റ്റർ വന്നിട്ട് ബൈൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് എന്താണോ എഫക്ട് കൊടുക്കേണ്ടത് ആ എഫക്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ റെസ്പോൺസ് ചെയ്യുന്നു അല്ലേ. സോ ഇതാണ് ഉത്തരം. റെക്കഗ്നൈസിങ് ഡ്രഗ് ആൻഡ് റെസ്പോണ്ടിങ് ടു എൻഡോജീനസ് സിഗ്നൽസ്. So what are the macromolecule which drug interact other than receptor? So what are the macromolecules? So the macromolecules പറയുന്നുണ്ട് with which drug interact other than receptor. അത് റിസപ്റ്റേഴ്സ് അല്ലാണ്ട് വേറെ ഏതൊക്കെയാണെന്നാണ് ഞാൻ പറഞ്ഞു. എന്തൊക്കെ? ഡ്രഗ് മാനുഫാക്ചർ സൈറ്റ് അല്ല, ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ പാത്വേ അല്ല, ഡ്രഗ് ടാർജറ്റ്. ഞാൻ പറഞ്ഞു എന്താണ്? ഡ്രഗ് ടാർജറ്റ്. അതായത് മാക്രോമോളിക്യൂൾസ് ഡ്രഗിനെ വന്ന് സ്പെസിഫിക്കലി ടാർജറ്റ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് റെസ്പോൺസ് കൊടുക്കുന്നു. ഡ്രഗ് ടാർജറ്റ്. സോ എന്താണ്? മാക്രോമോളിക്യൂൾ വിത്ത് വിച്ച് ഡ്രഗ്സ് ഇന്ററാക്ട് അതർ ദാൻ റിസപ്റ്റേഴ്സ്. ഇവിടെ റിസപ്റ്റർ ആക്ഷൻ ഒന്നും അല്ല, ഡയറക്ട്ലി വന്ന് നിന്നു ടാർജറ്റ് ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചു, ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതർ മാക്രോമോളിക്യൂൾ വിത്ത് വിച്ച് ഡ്രഗ് ഇന്ററാക്ട് ടു പ്രൊഡ്യൂസ് ദർ എഫക്റ്റ് ആർ നോൺ ആസ് ഡ്രഗ് ടാർജറ്റ്. ഓക്കെ അല്ലേ. സോ ഇത് നമ്മൾ നോർമലി ഇവിടെ റിസപ്റ്റേഴ്സിനോട് പറഞ്ഞ പ്രോട്ടീൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ തൊട്ടിപ്പുറത്ത് വന്നപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? റിസപ്റ്റേഴ്സിന്റെ കാര്യം. നമ്മൾ റിസപ്റ്റേഴ്സ് ഡയറക്ട്ലി നമ്മൾ പറഞ്ഞു, ജനറൽ കോണ്ടാക്ട്സിൽ റിസപ്റ്റേഴ്സ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സെൽ ടു സെൽ ഇന്ററാക്ഷൻ കൊടുക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഇമ്മ്യൂണോളജി, സെൽ ഗ്രോത്ത്, മൈഗ്രേഷൻ, ഡിഫറൻസിയേഷൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. സോ ബേസിക്കായിട്ട് ആലോചിക്കുക എന്താണ് ഇവിടെ ഇപ്പം റിസപ്റ്റേഴ്സിന്റെ മാക്രോമോളിക്യൂൾസ് അല്ലെങ്കിൽ ഇപ്പോൾ റിസപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡ്രഗുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? എൻഡോജീനസ് സിഗ്നലിംഗ് അല്ലെങ്കിൽ സിഗ്നലിംഗ് അല്ലെങ്കിൽ തെറാപ്പി, ആ കൊടുക്കേണ്ട എഫക്ട് എന്ന് പറഞ്ഞാലും മതി. എഫക്ട്
എഫക്റ്റ് എന്ത് ചെയ്യുന്നു, അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റെസ്പോൺസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത്രയുമാണ് നമുക്ക് റിസപ്റ്റേഴ്സിൽ പറയാനുള്ളത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിലും കൂടുതൽ റിസപ്റ്റേഴ്സിലായിരിക്കും വരാൻ ചാൻസ്. സോ ഈ ഒരു ബേസിക് പ്രിൻസിപ്പിൾ പഠിച്ചാൽ മതി, അത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് സംടൈം യൂസ് ടു ഡിനോട്ട് എനി ടാർഗറ്റ് മോളിക്യൂൾ വിത്ത് വിച്ച് എ ഡ്രഗ് മോളിക്യൂൾ ഹാസ് ടു കമ്പൈൻ ഇൻ ഓർഡർ ടു എലിസൈറ്റ് ഇറ്റ് സ്പെസിഫിക് എഫക്ട്. ഈ എഫക്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഡ്രഗ് മോളിക്യൂൾ എന്ത് ചെയ്യുന്നു, റിസപ്റ്റർ വന്നിട്ട് അറ്റാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ അത്രയേ ഉള്ളൂ, അത് മനസ്സിലാക്കി വെക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. സോ ഇത്രയാണ് പറയാനുള്ളത് പാർട്ട് 1. സോ നമുക്ക് നെക്സ്റ്റ് വീട്ടിൽ കാണാം. താങ്ക് യു. നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് വായിച്ചതിന് ശേഷം മനസ്സിലാക്കി എടുക്കുക കേട്ടോ. നന്ദി.